നിപ മരണം, അങ്കോള ദുരന്തം മുതലായ സങ്കട കാഴ്ചകൾക്കിടയിൽ നിൽക്കുന്ന നമുക്ക് സന്തോഷം പകരുന്ന ചില കൊച്ചു വർത്തമാനങ്ങളാണ് അങ്ങ് പടിഞ്ഞാറൻ യു.പിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഹരിദ്വാറിലേക്കുള്ള കൻവാർ യാത്രയുടെ പേരിൽ ജനങ്ങളെ വിഭജിച്ചും വേർതിരിച്ചും നിർത്താനുള്ള ഗവൺമെൻറ്റിൻ്റെ ശ്രമത്തിന്, അതായത് ഉത്തർപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ എതിരെ ഉള്ള ജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയുമൊക്കെ പ്രതീകമായി, അതിനപ്പുറം കേന്ദ്ര ബിന്ദുവായി, എല്ലാവരുടെയും പ്രതീക്ഷയായി നമ്മുടെ രാഹുൽ ഗാന്ധി മാറുകയാണ്. അദ്ദേഹത്തിന് വീണ്ടും ഒരു ഹീറോ ആവാനുള്ള ഒരവസരം കൈവന്നിരിക്കുകയാണ് ഇവിടെ. നമുക്കറിയാം, കുറച്ച് നാളുകൊണ്ട് അദ്ദേഹം എല്ലായിടവും ഹീറോ ആയിക്കൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം രാഷ്ട്രീയത്തിൻ്റെ മുൻനിരയിലേക്ക് ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. എന്താണ് ഈ കൻവാർ യാത്ര? കൻവാർ യാത്ര എന്ന് പറയുന്നത് പ്രദേശിൽ നിന്ന് വടക്കേ ഇന്ത്യയിലെ ചില ശിവഭക്തർ അങ്ങ് ഹരിദ്വാറിലേക്കും ഗംഗോത്രിയിലേക്കും ഒമു മുതലായ സ്ഥലങ്ങളിൽ നിന്ന് പരിശുദ്ധ പുണ്യജലം, അതായത് ഗംഗാജലം ശേഖരിക്കാനായി പോകുന്ന ഒരു യാത്രയാണ് ഈ കൻവാർ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൻവാർ യാത്രയിൽ ഏതാണ്ട് ഈ കർക്കടകം 1 തുടങ്ങി ആഗസ്റ്റ് 19 കൂടി തീരുന്ന ഏകദേശം 1 മാസം നീണ്ടു നിൽക്കുന്ന ഒരു തീർത്ഥയാത്രയാണ് ഇത്. അതായത് ആൾക്കാർ അവിടെ ചെന്ന് ഈ ഗംഗോത്രി, ഒമു, ഹരിദ്വാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ചെന്നിട്ട് അവിടുന്ന് ഈ ഗംഗയിലെ പുണ്യജലം അവർ ശേഖരിച്ചു കൊണ്ടുവരുന്നത് ഒരുതരം കാവടി, അതായത് നീളമുള്ള മുള വടിയ അവരിങ്ങനെ തോളിൽ വെച്ചിട്ട് അതിൻ്റെ 2 സൈഡിലുമായിട്ട് മൺകുടത്തിൽ ഈ പുണ്യജലം ശേഖരിച്ച് അവർ തൂക്കി ഇടുന്നു. അതും ചുമന്നുകൊണ്ട് ഇവർ അവരവരുടെ നാട്ടിൽ എത്തുന്നു. എന്നിട്ട് അവരവരുടെ വീടിനടുത്തുള്ള ശിവക്ഷേത്രങ്ങളിൽ വഴിപാടായി സമർപ്പിക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുണ്യജലം ശേഖരിക്കാനായിട്ട് പോകുന്ന ഈ യാത്രയാണ് കൻവാർ യാത്ര എന്ന് പറയുന്നത്. ഏതാണ്ട് 3 കോടിയിലധികം ജനങ്ങൾ, അതായത് ബീഹാർ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന്, ഉത്തർപ്രദേശ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഏതാണ്ട് ഒരു 3 കോടിയിൽ പരം തീർത്ഥാടകരാണ് വർഷത്തിലും ഇതിനകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു പുതിയ മാറ്റം വന്നിരിക്കുന്നു. അതായത് നമ്മുടെ ഉത്തർപ്രദേശിലെ മുസാഫിർ നഗർ ജില്ലയിൽ ആദ്യമായിട്ട് ഒരു ഉത്തരവ് കൊണ്ടുവന്നു. എന്താണെന്നറിയാമോ? ഈ കൻവാർ യാത്ര പോകുന്ന ഭാഗങ്ങളിലുള്ള റോഡിൻ്റെ ഇരു സൈഡിലുമുള്ള കടകളിൽ ആ കടകളുടെ ഓണറിൻ്റെയും അവിടുത്തെ തൊഴിലാളികളുടെയും പേര് എഴുതി വെക്കണം. അങ്ങനെ ഒരു പുതിയ നിയമം ഉത്തർപ്രദേശിലെ മുസാഫിർ നഗർ ജില്ലയിൽ കൊണ്ടുവരുന്നതിനെ പറ്റി ചിന്തിച്ചു. അപ്പോഴാണ് അത് ഈ ചിന്ത, അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ മുന്നിലേക്ക് എത്തുന്നു. യോഗി ആദിത്യനാഥ് ഒട്ടും കളിച്ചില്ല. അദ്ദേഹം അത് എടുത്തിട്ട് അങ്ങോട്ട് മുസാഫിർ ജില്ലയിൽ നിന്ന് മാത്രമല്ല ഉത്തർപ്രദേശ് മൊത്തത്തിൽ ഒരു ഉത്തരവ് അങ്ങിറക്കുകയാണ്. ഉത്തർപ്രദേശ് മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ കടകളുടെ എല്ലാം ഫ്രണ്ടിൽ ആൾക്കാരുടെ അവിടെ ജോലി ചെയ്യുന്നവരുടെ പേര് എഴുതി വെക്കണം എന്നുള്ള ഒരു ഉത്തരവ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഉത്തരാഖണ്ഡിലെ സർക്കാരും ഇതേപോലെ അങ്ങോട്ട് ഒരു ഉത്തരവിറക്കി അവിടെ ഇത് തന്നെ നടത്തുക. ഇപ്പോൾ അവസാനമായിട്ട് മധ്യപ്രദേശിൽ അവിടെ ഉജ്ജയിൻ ജില്ലയിലെ ജില്ലാ ഭരണകൂടവും ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, പേര് കാണുമ്പോൾ നമുക്കറിയാം അവിടെ അവർ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് പേര് കാണുമ്പോൾ നമുക്കറിയാം. ജനങ്ങളെ മുസ്ലിംസായിട്ടും ഹിന്ദുവായിട്ടും ഒക്കെ തരം തിരിക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു തന്ത്രം മാത്രമാണിത്. അതിനപ്പുറത്തോട്ട് മറ്റൊന്നും നമുക്കിതിനെ കാണാൻ പറ്റില്ല. അപ്പം നമ്മിങ്ങനെ പോകുന്ന വഴി നമുക്ക് എവിടുന്ന് എന്തോ സാധനം വാങ്ങിക്കണം, ഏത് വിഭാഗത്തിൽപ്പെട്ടവരുടെ കടയിൽ നിന്ന് മേടിക്കണം. ഇപ്പം ഹിന്ദു വിഭാഗത്തിൽ തന്നെ ഒരുപാട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. ബ്രാഹ്മണരുടെ കടയിൽ നിന്ന് മേടിക്കണം, ബ്രാഹ്മണർക്ക് ബ്രാഹ്മണരുടെ കടയിൽ നിന്ന് മേടിക്കാം. ദളിതരുണ്ട്, ദളിതരുടെ കടയിൽ നിന്ന് വാങ്ങിക്കാം. യാദവരുണ്ട്, അവരുടെ കടയിൽ നിന്ന് മേടിക്കാം. അപ്പോൾ ഈ യാത്ര ചെയ്യുന്ന ഇതെന്ന് പറഞ്ഞാൽ ഇതാണ്ട് 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന കച്ചവടക്കാർക്കൊക്കെ നല്ല കച്ചവടം കിട്ടുന്ന ഒരു സമയമാണ്. അവർക്ക് നല്ല തൊഴിലും വരുമാനവും ഒക്കെ, ഒരുപാട് പേർക്ക് തൊഴിലും വരുമാനവും കിട്ടുന്ന ഒരു സീസണാണ് ഈ സമയം എന്ന് പറയുന്നത്. ആ സമയത്താണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു നടപടി അവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ഇതിനെതിരെയായിട്ട് അവിടുത്തെ വ്യാപാരികൾ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലാണ്. അപ്പം അതിപ്പോൾ ഭക്ഷണശാലയായാലും പച്ചക്കറികൾ വിൽക്കുന്ന കടയായാലും പലചരക്ക് സാധനം വിൽക്കുന്ന കടയായാലും ഏത് കടയായാലും ഈ പറഞ്ഞ പോലെ അവരുടെ പേരെഴുതി അവിടെ വെക്കണം, ബോർഡ് വെക്കണം.
അപ്പോൾ നോക്കുന്നവർക്ക് മനസ്സിലാവും ഇത് ഇന്ന ആൾക്കാരുടെ കടയാണ്, അപ്പോൾ നമുക്ക് ഇന്നടത്ത് കയറി മേടിക്കാം. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മനുഷ്യരെ തമ്മിൽ മതത്തിൻ്റെ പേരിൽ വിഭജിച്ച് നിർത്താനുള്ള ഒരു സർക്കാരിൻ്റെ ഒരു ശ്രമം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഒരു മുസ്ലിം സഹോദരൻ്റെ കടയിൽ ഹിന്ദുക്കൾ ഒരുപാട് പേര് കാണും, അതുപോലെ തന്നെ ഒരു ഹിന്ദുവിൻ്റെ കടയിൽ മുസ്ലിം സഹോദരങ്ങൾ ഒരുപാട് പേര് കാണും. അപ്പം മൊത്തത്തിൽ എല്ലാവരെയും ബാധിക്കുന്ന ഒരു തീരുമാനമല്ലേ സർക്കാർ ഇതെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുമ്പ് ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി, വിദ്വേഷത്തിൻ്റെ കടയിൽ നമുക്ക് വിദ്വേഷത്തിൻ്റെ കമ്പോളത്തിൽ നമുക്ക് സ്നേഹത്തിൻ്റെ കടകൾ തുറക്കാമെന്ന്. അപ്പം ആ ഒരു മുദ്രാവാക്യത്തിൽ പിടിച്ചിട്ട് വ്യാപാരികൾ ഭയങ്കര പ്രതിഷേധം നടക്കുകയാണ്. അവർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ല, അവർ തനിയെ അവർക്ക് കരുത്തേകുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ മുദ്രാവാക്യമാണ്, അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളാണ്. അപ്പോൾ അവരവിടെ എല്ലാം ഫ്ലെക്സ് വെച്ചിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഫ്ലെക്സ് വെച്ചുകൊണ്ടാണ് അവർ പ്രതിഷേധം നടത്തുന്നത്. മൊത്തം വ്യാപാരികൾ ശക്തമായ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു പക്ഷേ ഇന്നിപ്പോൾ ഈ ഉത്തർപ്രദേശിലാണ് ഇത് നടത്തി വിജയിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഭാവിയിൽ ഭാരതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇത് വരാം. ഭാവിയിൽ നമ്മുടെ വീടിൻ്റെ മുന്നിൽ നമ്മുടെ പേരെഴുതി വെക്കണമായിരിക്കാം. ഇപ്പോൾ ചില മുനിസിപ്പാലിറ്റികളിലൊക്കെ വീടിൻ്റെ പേരെഴുതി വെക്കുന്നുണ്ട്. അതിനപ്പുറമായിട്ട് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ നെറ്റിക്ക് നമ്മുടെ പേരെഴുതി വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഷർട്ടിൻ്റെ ഈ എവിടെയെങ്കിലും ഭാഗത്ത് പിൻ ചെയ്ത് വെക്കണം നമ്മുടെ പേര്. അപ്പോൾ കാണുന്നവർക്കറിയാം നമ്മൾ ഏത് മതവിഭാഗത്തിൽപ്പെടുന്നവരാണെന്ന്. അപ്പോൾ നമ്മുടെ കടകൾ, നമ്മുടെ സ്ഥാപനങ്ങൾ എന്തുണ്ട് അവിടെ എല്ലാം ഇതുപോലെ ബോർഡ് എഴുതി വെക്കാം, അതിൻ്റെ ഓണറിൻ്റെ പേരെഴുതി വെക്കാം. ഒരു ബസ്സിലായാലും ഓണറിൻ്റെ പേരെഴുതി വെക്കാം. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകും ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ കടയാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കയറാം, ഇഷ്ടമില്ലാത്തവർക്ക് കയറണ്ട. അങ്ങനെയൊക്കെ ജാതിയുടെ പേരിൽ ഇന്ത്യയെ മൊത്തത്തിൽ വിഭജിക്കുന്ന, ഇന്ത്യൻ ജനങ്ങളെ വിഭജിച്ച് വർഗീയത വളർത്തി ശത്രുക്കളാക്കി അവരടിച്ചു പിരിയാനുള്ള തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ലഹളകൾ വരെ നടക്കാൻ സാധ്യതയുള്ള തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് യാതൊരു സംശയമില്ല. നാം പണ്ടുപോലെ നമ്മുടെ സ്കൂൾ തലങ്ങളിൽ വിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചിട്ടുള്ളത്? ഇന്ത്യ നമ്മുടെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും നമ്മുടെ സഹോദരന്മാരാണ് എന്നാണ് നാം പറഞ്ഞു പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് സർക്കാർ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ മുന്നോട്ട് വെച്ചാൽ ഇപ്പം തന്നെ നമ്മുടെ ഇന്ത്യ ഒരുവിധം നശിച്ചു കഴിഞ്ഞു. ഈ ജാതി മത ഭേദത്തിൽ ഇതുപോലെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാരെന്താ ചെയ്യുക? അപ്പോൾ ഇതേപോലെ ഇനിയും മുന്നോട്ട് പോയാൽ നമ്മുടെ സർക്കാരുകൾ മുൻചിന്തയില്ലാതെ, അവർക്ക് ചിന്താശേഷിയില്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടും, എന്തൊക്കെയോ വിക്രിയകൾ അങ്ങ് കാട്ടിക്കൂട്ടുകയാണ്. അത് ഭാവിയിൽ നമ്മുടെ രാജ്യത്തെ എങ്ങോട്ട് കൊണ്ടുപോകും, നമ്മുടെ ജനങ്ങളെ എവിടേക്ക് എത്തിക്കും, നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എത്ര ശോചനീയമാകും എന്നുള്ളത് ഒരുപക്ഷെ ഭാവിയിൽ ഇറ്റലിയിലും ജർമ്മനിയിലും ഒക്കെ നടന്ന നാസിസത്തിൻ്റെയും ഒക്കെ അതേ സ്റ്റേജിൽ ഇന്ത്യ എത്തിപ്പെടുമെന്നുള്ള യാതൊരു സംശയമില്ല. അപ്പോൾ ഇനിയെങ്കിലും ഭരണാധികാരികൾ ഇതൊക്കെ ചിന്തിച്ചിട്ട് ആലോചിച്ച് നല്ല തീരുമാനങ്ങളെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്.